ലണ്ടനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ നടന്ന ആക്രമണശ്രമം ഇന്ത്യയിലുടനീളം അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. വിദേശത്തുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ ആക്രമണശ്രമത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ത്യൻ പതാക വീശിയും മുദ്രാവാക്യം മുഴക്കിയും ഒരു കൂട്ടം ഖലിസ്ഥാനികൾ ജയശങ്കർ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരിൽ ഒരാൾ ഇന്ത്യൻ ദേശീയ പതാക വലിച്ചുകീറി മന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റിയതിനാൽ മറ്റൊന്നും സംഭവിച്ചില്ല. ഇവിടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം സംഭവസ്ഥലത്തുണ്ടായിരുന്ന ലണ്ടൻ പോലീസ് സാഹചര്യത്തെ നിസ്സംഗതയോടെയാണ് സമീപിച്ചതെന്നുള്ളതാണ്. ആക്രമണകാരിയെ കീഴ്പ്പെടുത്തുന്നതിന് പകരം അവർ അദ്ദേഹത്തെ ശാന്തനാക്കാനും പറഞ്ഞയക്കാനും ശ്രമിക്കുകയാണുണ്ടായത്. പ്രതിഷേധിച്ചവർക്കെതിരെ ലണ്ടൻ പോലീസ് നടപടിയെടുക്കാത്തത് വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ലണ്ടൻ പോലീസിന്റെ കഴിവിനെ പലരും ചോദ്യം ചെയ്തു. മാർച്ച് 4 മുതൽ 9 വരെയാണ് ഔദ്യോഗിക പരിപാടികൾക്കായി ജയശങ്കർ യുകെയിലെത്തിയത്. സംഭവത്തിന് ശേഷവും അദ്ദേഹം യാത്ര തുടർന്നു. എന്നാൽ ആക്രമണശ്രമം ജയശങ്കറിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഇന്ത്യൻ സർക്കാരും ആശങ്ക പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യുകെ അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. യുകെയിൽ ഖലിസ്ഥാനി തീവ്രവാദത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ സംഭവം ഉയർത്തിക്കാട്ടുന്നു. യുകെയിൽ ഖലിസ്ഥാനികൾ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തുന്നതായാണ് വിവരം. ഇന്ത്യൻ നയതന്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചാണ് പലപ്പോഴും ഇത് അരങ്ങേറുന്നത്. ഖലിസ്ഥാനി തീവ്രവാദത്തെ നേരിടാൻ വേണ്ടത്ര നടപടിയെടുക്കാത്തതിനെ തുടർന്ന് യുകെ സർക്കാർ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കൂടാതെ ജയശങ്കറിനെതിരായ ആക്രമണശ്രമം ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. സമീപകാലത്ത് ഇന്ത്യ യുകെയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ജയശങ്കറിന്റെ യുകെ സന്ദർശനം. എന്നിരുന്നാലും അദ്ദേഹത്തിനെതിരായ ആക്രമണശ്രമം സന്ദർശനത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും യുകെയിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ലണ്ടൻ പോലീസിന്റെ പങ്കിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും സംഭവം തുടക്കമിട്ടു. യുകെയിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പോലീസിന്റെ ശ്രമങ്ങൾക്ക് പ്രശംസ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജയശങ്കറിനെതിരായ ആക്രമണശ്രമം അവർ കൈകാര്യം ചെയ്ത രീതിയാണ് വ്യാപകമായി വിമർശിക്കപ്പെട്ടത്. ജയശങ്കറിനെതിരെ നടന്ന ആക്രമണശ്രമം യുകെയിൽ വർദ്ധിച്ചുവരുന്ന ഖലിസ്ഥാൻ തീവ്രവാദ ഭീഷണിയെ ഉയർത്തിക്കാട്ടുന്ന ഗുരുതരമായ പ്രശ്നമാണ്. യുകെയിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സുരക്ഷയെക്കുറിച്ചും അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ലണ്ടൻ പോലീസിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും സംഭവം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ നേരിടാനും യുകെ അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ജയശങ്കർ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, അടുത്തിടെ മാലിദ്വീപ് സന്ദർശിച്ച് അവിടെ അദ്ദേഹം നിരവധി സുപ്രധാന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും മറ്റു വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ജയശങ്കറിന്റെ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്.